ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ബിനോയ്. എല്ലാവർക്കും ബിനോയ്സ് തോട്ട്സിലേക്ക് സ്വാഗതം. ആക്ച്വലി നല്ലൊരു കറക്ഷനാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും പ്രത്യേകിച്ചും നല്ലൊരു കറക്ഷനാണ്. ഒരു ബുൾ മാർക്കറ്റ് മാത്രം കണ്ട ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഉള്ളത്. ലേറ്റസ്റ്റ് റിപ്പോർട്ട് പ്രകാരം 2020 മുതൽ 2025 വരെയാണ് ഏറ്റവും കൂടുതൽ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തത്. ഇപ്പോഴത്തെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ആൾക്കാർ, അതായത് ഷെയർ ഹോൾഡേഴ്സിൽ 45 മുതൽ 55% വരെ ആൾക്കാർ ഈ ഒരു പീരീഡ് എൻ്റർ ചെയ്ത ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ആൾക്കാർക്കും, ഈ ഒരു പീരീഡിൽ ഇറങ്ങിയ ഒട്ടുമിക്ക ആൾക്കാർക്കും, പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിനും ഒരു ബെയർ മാർക്കറ്റ് കണ്ടിട്ടില്ല. ബുൾ മാർക്കറ്റാണ് കണ്ടത്. ബുൾ മാർക്കറ്റ് വന്ന് 30-40% കിട്ടിയ ബുൾ മാർക്കറ്റ് അല്ല. ചില സ്റ്റോക്സിലൊക്കെ 300-400% റിട്ടേൺ കിട്ടിയ ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ടാവും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ബെയർ മാർക്കറ്റ് വരുമ്പം പാനിക്കാവുക ചെയ്യുന്നത്. ആക്ച്വലി ഇത് മാർക്കറ്റിലുള്ളതാണ്. ഒരു ബുൾ മാർക്കറ്റ് വരും, ബെയർ മാർക്കറ്റ് വരും, ഒരു ബെയർ കഴിഞ്ഞാൽ ബുള്ള് വരും. അങ്ങനെ ഒരു പീരീഡാണത്. അപ്പോൾ ഈ ഒരു പീരീഡിൽ എങ്ങനെയാണോ ഒരു ഇൻവെസ്റ്റർ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും, അതിൻ്റെ ബേസിലാണ് എങ്ങനെയാണ് ഇൻവെസ്റ്റേഴ്സിന് ഏറ്റവും കൂടുതൽ പൈസ കിട്ടുന്നതെന്ന് തീരുമാനിക്കാൻ പറ്റുള്ളൂ. നല്ലൊരു പേഷ്യൻ്റ് ഇൻവെസ്റ്റർ ഈ ഒരു പീരീഡിൽ വളരെ സമാധാനത്തോടുകൂടി, പേഷ്യൻസോട് കൂടിയിട്ട് സ്റ്റോക്ക് ഹോൾഡ് ചെയ്ത് വെക്കുന്ന ആൾക്കാർക്ക് മാത്രമേ നല്ലൊരു റിട്ടേൺ ഭാവിയിൽ കിട്ടുള്ളൂ. ഇപ്പം പല ആൾക്കും പാനിക്കായിട്ട് സ്റ്റോക്ക് താഴെ കണ്ടാൽ വിചാരിക്കും നാളെ സ്റ്റോക്ക് മാർക്കറ്റ് ഇല്ല വിചാരിക്കും. അങ്ങനെ വിധത്തിലാണ് ഓരോ സ്റ്റോക്കും വിത്തൗട്ട് റീസൺസ് താഴെ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അധികം ആൾക്കാരും പറഞ്ഞു കേൾക്കാം, എൻ്റെ പോർട്ട്ഫോളിയോ 25% ഡിസ്കൗണ്ട് നഷ്ടത്തിലാണ്, എനിക്ക് കിട്ടിയിരുന്ന ലാഭത്തിൽ നിന്ന് 25% പോയി, 30% പോയി, 40% പോയി എന്ന് പറയുന്നുണ്ട്. ഇത് നമ്മൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് മാത്രമല്ല, വലിയ വലിയ ഫണ്ട് ഹൗസസിന്, വലിയ വലിയ മ്യൂച്വൽ ഫണ്ട്സിന്, FISന്, എല്ലാവർക്കും, LICക്ക്, എല്ലാവർക്കും അവരുടെ പോർട്ട്ഫോളിയോയിൽ നിന്ന് 25-30% താഴെയാണ് ഇപ്പോൾ കിടക്കുന്നത്. നമുക്ക് മാത്രം പറ്റിയ അബദ്ധമല്ല, ഫസ്റ്റ് മനസ്സിലാക്കാം. എല്ലാവർക്കും വലിയ വലിയ ബിഗ് ഹൗസസ്, ക്രോസ് റുപ്പീസ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക്, PMS സർവീസ് കൊടുക്കുന്ന ആൾക്കാർക്കൊക്കെ അവരൊക്കെ പോർട്ട്ഫോളിയോ ഡൗണിലാണുള്ളത്. അപ്പോൾ ഇതൊരു സൈക്കിളാണ്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യം, ഞാൻ അന്നും ഇന്നും പറയുന്നത്, ഫണ്ടമെൻ്റൽ നല്ല സ്റ്റോക്കാണ് നമ്മളെ കയ്യിലുള്ളത് എങ്കിൽ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല, മിണ്ടാണ്ട് നിൽക്കാം. ഇപ്പോൾ ഏത് സ്റ്റോക്കാണ് 20% കൂടുതൽ അടിക്കാത്ത സ്റ്റോക്കുള്ളത്? ഒന്നുമില്ല. അതിൽ ഈ ബെയർ മാർക്കറ്റിൽ എന്തെങ്കിലും ചെറിയ നെഗറ്റീവ് ന്യൂസ് ഉണ്ടെങ്കിൽ അടിച്ച് താഴ്ട്ട് വരും. അപ്പോൾ അതിൻ്റെ സപ്പോർട്ടൊന്നും ഉണ്ടാവില്ല, സപ്പോർട്ടൊക്കെ പൊട്ടി താഴ്ട്ട് വരും. ബുൾ മാർക്കറ്റിൽ അത്ര ഫാസ്റ്റിലായിരിക്കും മേളിട്ട് കയറി വരുന്നത്. റെസിസ്റ്റൻസ് ഒക്കെ ഉണ്ടെങ്കിൽ റെസിസ്റ്റൻസിൽ പോയി നിന്ന് കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് ആ സ്റ്റോക്ക് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മേളിട്ട് പോകും, എത്ര നല്ല ന്യൂസ് ഉണ്ടെങ്കിലും. ഇവിടെ ഇപ്പം നല്ല റിസൾട്ട് കൊടുക്കുന്ന കമ്പനി വരെ നെക്സ്റ്റ് ഡേ ഒരു 5% പ്ലസ് കാണിച്ചിട്ട് താഴ്ട്ട് വരിക ചെയ്യുന്ന സിറ്റുവേഷൻസാണ് കാണുന്നത്. പല കമ്പനീസും നല്ല മൗത്ത് വാമിങ് റേറ്റിലാണ് ഇപ്പോൾ പല സ്റ്റോക്സ് ഉള്ളത്. ഞാൻ പറയാനുള്ളത്, ഇപ്പം ഇത്ര ഒരു റിസൾട്ടിൽ നല്ല റിസൾട്ട് കൊടുത്ത് വിത്തൗട്ട് എനി റീസൺസ് വെറുതെ അടിച്ച് താത്തിക്കൊണ്ട് ഒരുപാട് സ്റ്റോക്സ് ഫണ്ടമെൻറ്റ്സുള്ള കമ്പനി ആണെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കുക. മെല്ലനെ എൻ്റർ ചെയ്തിട്ട് എക്യുമുലേറ്റ് ചെയ്ത് വെക്കുക. ഇതിനൊക്കെ റിട്ടേൺ നിങ്ങൾക്ക് നെക്സ്റ്റ് ബുൾ മാർക്കറ്റ് തന്നെ അത് ഉടനടി വരും. ഇങ്ങനെ അധികകാലം മുന്നോട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇപ്പോൾ ഡോളർ എപ്രിസിയേഷൻ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു FIS സെല്ലിംഗ് ഉണ്ടാവും. അതൊരു ക്വൈറ്റ് നാച്ചുറലാണ്. വീണ്ടും ഒരു ഡോളറിൻ്റെ എപ്രിസിയേഷൻ നിന്ന് കഴിഞ്ഞാൽ വീണ്ടും FIS ഇൻവെസ്റ്റ് ചെയ്യും. ഇന്ത്യ ഒരു എമർജിങ് മാർക്കറ്റാണ്, FIS വേറെ എവിടെ പോകാനില്ല, വന്നിരിക്കും. ഇതൊന്നും ടെൻഷൻ അടിക്കുന്ന ആവശ്യമില്ല. നിങ്ങളുടെ കയ്യിൽ ഫണ്ടമെൻ്റൽ നല്ല സ്റ്റോക്കാണ് ഉള്ളതെങ്കിൽ. ഇവിടെ ഒരു സ്റ്റോക്ക് 50% ആണ് അതിൻ്റെ ഹൈന്ന് താഴ്ട്ട് വന്നത്. പക്ഷേ അതിൻ്റെ ഹൈ എന്ന് പറഞ്ഞാൽ അത് ശരിക്കും പറയുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ തന്നെ, P റേഷ്യോ EPS ഒക്കെ നോക്കുകയാണെങ്കിൽ ലിറ്റിൽ ബിറ്റ് ഹയർ വാല്യൂഷൻ ആയിരുന്നു. എന്നിരുന്നാലും അതിൻ്റെ വളർച്ചാ സാധ്യതയും അവരുടെ കയ്യിലുള്ള ഓർഡർ പൊസിഷൻസും ഒക്കെ നോക്കുകയാണെങ്കിൽ ആ ഒരു ബുൾ മാർക്കറ്റിൽ ഓക്കെ ആയിരുന്നു റേറ്റ്. ആ ഒരു ലെവലിന് ബെയർ മാർക്കറ്റ് വന്നപ്പോഴേക്ക് നല്ലൊരു അടിയാണ് ഈ സ്റ്റോക്ക് കിട്ടിയത്. 50% സ്റ്റോക്ക് കറക്റ്റ് ചെയ്ത് താഴോട്ട് വന്ന ഒരു സ്റ്റോക്കാണ് ഞാൻ പറഞ്ഞത്. അതും നാളെ തന്നെ കയറിപ്പോയെന്ന് പറഞ്ഞില്ല. നിങ്ങളത് വളരെ എന്താണ് കമ്പനി മനസ്സിലാക്കി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു റിട്ടേൺ കിട്ടാൻ സാധ്യതയുള്ള സ്റ്റോക്കാണ്. അപ്പോൾ ആ കമ്പനിയെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. കമ്പനിയുടെ പേര് ജൂപ്പിറ്റർ വാഗൺസ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കാണ്. എന്തുകൊണ്ടാണ് ഞാൻ ഇതൊരു മൾട്ടി ബാഗർ സ്റ്റോക്ക് നല്ലൊരു സ്റ്റോക്കായി, ഫണ്ടമെൻ്റൽ നല്ല സ്റ്റോക്കായി മനസ്സിലാക്കാൻ കാണുന്നത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം, നിങ്ങളെപ്പറ്റി മനസ്സിലാക്കാം. ടെക്നിക്കൽ വൈസും
ഇനിയും ചിലപ്പോൾ ഒരു 10-20% താഴെ വരാനുണ്ട്. ഇപ്പോഴത്തെ ലാസ്റ്റ് ട്രേഡിംഗ് റേറ്റിന് പറയുകയാണെങ്കിൽ 325 റുപ്പീസാണ് ക്ലോസിംഗ് റേറ്റ്. അത് 300 ഒരു സപ്പോർട്ടുണ്ട്. 300 സപ്പോർട്ട് കഴിഞ്ഞാൽ നെക്സ്റ്റ് സപ്പോർട്ട് ഉള്ളത് ഒരു 280 to 90 സപ്പോർട്ട് ഉള്ളത്. അത് നല്ല പക്ക സപ്പോർട്ടായിരിക്കും. സോ 280 290 വരെ ഈ സ്റ്റോക്ക് വന്നേക്കാം. ചിലപ്പോൾ ഒരു റീബൗണ്ട് ചെയ്തിട്ട് തിരിച്ച് താഴോട്ട് വന്നിട്ടായിരിക്കും 290 വന്നിട്ടായിരിക്കും തിരിച്ച് കയറി പോവുക. എങ്ങനെയായാലും നിങ്ങൾ ഇപ്പം മുതലേ ഒരു 10-50 ഷെയർ വാങ്ങി നിങ്ങൾ 100 ഷെയർ വാങ്ങാൻ ഉദ്ദേശിച്ചെങ്കിൽ 20 ഷെയർ വാങ്ങുക. അങ്ങനെ താഴോട്ട് വന്നിട്ട് 290 വന്നോളം നിർബന്ധമൊന്നുമില്ല സ്റ്റോക്ക്. അതിൻ്റെ മൊത്തത്തിൽ എന്താണോ ജൂപ്പിറ്റർ വാഗൺസ് ലിമിറ്റഡ് സ്റ്റോക്ക് പറ്റി നമുക്ക് നോക്കാം. ഓക്കെ, ജൂപ്പിറ്റർ വാഗൺസ് ലിമിറ്റഡ് ആർക്കും മനസ്സിലാവുന്നതിനെ കുറച്ച് ഫാസ്റ്റാണ്. വാഗൺ മാനുഫാക്ചറിങ് കമ്പനിയാണ് ജൂപ്പിറ്റർ വാഗൺസ് ലിമിറ്റഡ്. നമുക്കെല്ലാവരും ആ പേരിൽ തന്നെ സ്പെസിഫൈഡ് ആണ്. അത് വാഗൺ മാനുഫാക്ചറിങ് കമ്പനിയാണ്. ഇന്ത്യയിൽ വാഗൺ മാനുഫാക്ചർ ചെയ്യുന്ന 2 പ്രമുഖ കമ്പനീസാണുള്ളത്. ഒന്ന് ജൂപ്പിറ്റർ വാഗൺസ് ലിമിറ്റഡ്, രണ്ടാമത് ടിറ്റാഗ വാഗൺസ് ലിമിറ്റഡ്. ടിറ്റാഗ വാഗൺസ് ലിമിറ്റഡ് ഞാൻ ഒരു 700 രൂപയ്ക്ക് ഉള്ള സമയത്ത് ബുൾ മാർക്കറ്റിൽ റെക്കമെൻഡ് ചെയ്തിട്ട് 120% റിട്ടേൺ വിത്തിൻ 1.5 മന്ത്സിനുള്ളിൽ കിട്ടിയ സ്റ്റോക്കാണ്. വാങ്ങിയൊരു ആരെങ്കിലും ഉണ്ടോ അറിയില്ല. അപ്പോൾ ജൂപ്പിറ്റർ വാഗൺസിൽ കിടക്കുമ്പം ഒരു വാഗൺ മാനുഫാക്ചർ ആണ് ടിറ്റാഗ വാഗൺസ്, ജൂപ്പിറ്റർ വാഗൺസ്. പക്ഷേ ജൂപ്പിറ്റർ വാഗൺ മാനുഫാക്ചറിനെക്കാട്ടും കുറച്ചും കൂടി ഒരു പടി മുകളിലാണ് അവരുള്ളത്. അവർക്ക് കുറച്ച് ഡൈവേഴ്സിറ്റി ബിസിനസ്സുണ്ട്. ഇതിലാണ് ഞാൻ ബെറ്റ് ചെയ്തത്. വാഗൺ ബിസിനസ് തന്നെ സൂപ്പറാണ്. ഓൾറെഡി 8,000 വാഗൺസാണ് ഇവർ ഉണ്ടാക്കി കൊടുത്തത്. നെക്സ്റ്റ് കഴിഞ്ഞ കൊല്ലം ഉണ്ടായി ഇക്കൊല്ലം 9,000 വാഗൺസ് ഉണ്ടാക്കി കൊടുത്തത്. കമ്പനി മാനേജ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് 10,000 വാഗൺസ് മാനുഫാക്ചർ ചെയ്യുന്നതാണ് ഈ നെക്സ്റ്റ് ഇയർ 2025-26. ഈ കമ്പനിയുടെ MD ആയ വിവേക് ലോഹി ആയിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂവിൽ പുള്ളി കമ്പനിയുടെ എല്ലാ വളർച്ചാ സാധ്യതയും വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് നല്ല മാനേജ്മെൻറ്റും കൂടെ ആണെങ്കിൽ ഈ സ്റ്റോക്ക് തിരിച്ച് എന്തായാലും കയറി അതിൻ്റെ ഇയർ ഹൈയിൽ പോകും എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഇത് ഫണ്ടമെൻ്റൽ ഗുഡ് സ്റ്റോക്ക് വാങ്ങാൻ എക്യുമിറ്റ് ചെയ്യും മിണ്ടാണ്ടിക്കുക. ഇതായിരിക്കും നമ്മുടെ പ്രൊസീജിയർ. എക്സലൻറ്റ് റിസൾട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം കമ്പനി കാഴ്ചവെച്ചത്. സൂപ്പർ റിസൾട്ടാണ് കാഴ്ചവെച്ചത്. ഡിസംബർ ക്വാർട്ടറിൽ ലാസ്റ്റ് ഡിസംബർ ക്വാർട്ടറിനെക്കാട്ടും നല്ലൊരു വളർച്ച കാണിച്ച് ജൂപ്പിറ്റർ വാഗൺസ്. കയ്യിൽ ഒരുപാട് ഓർഡർ പൊസിഷൻസ് ഉണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഈ സ്റ്റോക്ക് താഴോട്ട് വരാണ് ചെയ്ത്. ഓവറോൾ മാർക്കറ്റ് കണ്ടീഷൻ നെഗറ്റീവ് ആയതുകൊണ്ടായിരിക്കാം. പിന്നെ അതിനൊരു QIP ഇഷ്യൂ കൊണ്ടുവന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ബെയർ മാർക്കറ്റിൽ അത് നെഗറ്റീവായിട്ട് ഏത് റേറ്റിലാണ് ഇഷ്യൂ ഉണ്ടെന്നൊന്നും കമ്പനി പറഞ്ഞതിന് മുന്നേ അതിൻ്റെ പേരിൽ സ്റ്റോക്ക് വരെ അടിച്ചുകൊണ്ടുവന്നു. പക്ഷെ ഇനി QIP ഇഷ്യൂ ഉണ്ടെന്നാലും ഇനി അടിക്കാനൊന്നുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ കമ്പനി റീസെൻ്റ്ലി ബ്രോണാർഡ് ട്രാൻസ് എന്നൊരു കമ്പനി അക്വയർ ചെയ്തു. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കമ്പനി വീൽ മാനുഫാക്ചറിങ് ചെയ്യുന്നുണ്ട്, ട്രെയിൻ വീൽസ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ആ ബിസിനസ്സിലുള്ളൊരു കമ്പനിയാണ് ബ്രോണാർഡ് ട്രാൻസ്. അതിനെ അക്വയർ ചെയ്തിട്ട് 300% ഗ്രോത്താണ് ആ ബിസിനസ്സിൽ കഴിഞ്ഞ ക്വാർട്ടർ കമ്പനി കാണിച്ചത്. അത് കമ്പനി എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഡബിൾ ആവുന്നതാണ്. പിന്നെ MDയുടെ സ്പീച്ചിൽ നിന്നാണ് കുറച്ച് ഭാഗങ്ങൾ പറയുന്നത്. അവർ ഇൻറ്റിഗ്രേറ്റഡ് ഫെസിലിറ്റി ഒറീസയിലുള്ള കംപ്ലീറ്റ് ഇൻറ്റിഗ്രേറ്റഡ് ഫെസിലിറ്റി ഈ കൊല്ലം ലാസ്റ്റ് ആകുമ്പോഴേക്ക് കഴിയുന്നു. അതിൽ നിന്നും 2,000 കോടി റവന്യൂ ആണ് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വീൽ മാനുഫാക്ചറിങ് എക്സ്പോർട്ടും കൂടി ചെയ്യുന്ന കമ്പനിയാണ് ജൂപ്പിറ്റർ വാഗൺസ്. യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള എക്സ്പോർട്ട് അവർക്ക് 10 ഇരട്ടി ആക്കാൻ പറ്റുമെന്നാണ് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പിന്നെ ബ്രേക്കിംഗ് ബിസിനസ് ഉണ്ട്. അത് റെയിൽവേക്കും അതുപോലെ തന്നെ ഈ ബിസിനസ്സും അവർ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡിസംബർ 31, 2024 പ്രകാരം 6,320 കോടീൻ്റെ ഓർഡർ ആസ് ഓഫ് നൗ അവരെ കയ്യിൽ ഉണ്ട്. പിന്നെ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം, അവരെ ഒരു സബ്സിഡറി ഉണ്ട്, ജെം എന്ന് പറയും, ജൂപ്പിറ്റർ ഇലക്ട്രിക് മൊബിലിറ്റി. അത് ത്രൂ ഇവർ ഇലക്ട്രിക് വെഹിക്കിൾ മാനുഫാക്ചറിങ് സെഗ്മെൻറ്റിലേക്ക് കിടക്കുന്നുണ്ട്. ഈ സബ്സിഡറി ജെം എന്ന് പറയുന്ന സബ്സിഡറി റീസെൻ്റ്ലി ലോക്ക് 91 ടെക്നോളജീസ് എന്ന കമ്പനീനെ അക്വയർ ചെയ്തിട്ടുണ്ട്. ആ കമ്പനി എന്ന് പറയുകയാണെങ്കിൽ ബാറ്ററി ബിസിനസ്സിലുള്ള കമ്പനിയാണ്. ഇപ്പോൾ ഇൻഡയറക്റ്റ്ലി
റെയിൽവേ ബാറ്ററി അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ട്രക്ക് ബാറ്ററീസിനും കൂടെ ഇവർ ഈ കമ്പനി എക്വയർ ത്രൂ ചെയ്ത വഴി ബിസിനസ് കാണുന്നുണ്ട്. അപ്പം റെയിൽവേ ബാറ്ററി, ഇലക്ട്രിക്കൽ ട്രക്ക് ബാറ്ററി ബിസിനസ്സിൽ അവരുണ്ട്. EV വെഹിക്കിൾ സ്പേസിലേക്ക് അവർ വണ്ടികൾ ഇറക്കാൻ പോവുകയാണ്. LCVs വണ്ടീസാണ് തോന്നുന്നു ഇറക്കുന്നത്. പിന്നെ ബ്രേക്കിംഗ് ബിസിനസ് ഉണ്ട്. ഇതിന് പുറമെ വീൽ മാനുഫാക്ചറിങ് കമ്പനി ഉണ്ട്. ഇതിന് എല്ലാത്തിനും പുറമെയാണ് ഈ വാഗൺ മാനുഫാക്ചറിങ് കമ്പനി. ഇതിനപ്പുറം ഈ റെയിൽവേ വാഗൺസിന് പുറമെ ഭാരത് ബെൻസുമായി വണ്ടികളുടെ ബോഡി ഇവരുണ്ടാക്കി കൊടുക്കുന്നുണ്ടെന്ന് കേട്ടത്. അശോക് ലൈലാൻഡ്, ടാറ്റ മാതിരിയുള്ള ബിഗ് വെഹിക്കിൾസ് ട്രക്സിൻ്റെ, ഭാരത് ബെൻസുമായ ട്രക്സിൻ്റെ ബോഡി കൂടെ ഈ വാഗൺ കൂടെ ഇവർ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ വിഷൻ വളരെ ഹൈ ആണ്. വേറെ മാനേജ്മെൻറ്റിനെ പറ്റി അത്ര ക്ലിയർ ആയിട്ടൊരു വിഷൻ കിട്ടിയിട്ടില്ല. മാനേജ്മെൻറ്റൊക്കെ സ്ട്രേറ്റ് ഫോർവേഡ് ആണെങ്കിൽ ഈ 10 രൂപ ഫേസ് വാല്യൂ ഉള്ള ഒരു കമ്പനിയാണ്. ഇൻഡസ്ട്രിയൽ പീൻ്റെ അത്ര തന്നെ ഇപ്പോൾ ഉള്ളൂ. ആദ്യം ഇൻഡസ്ട്രിയൽ പീ വെച്ച് കൂടുതലായിരുന്നു. 700 rupees ട്രേഡ് ചെയ്യും. ഇപ്പോൾ റിസൾട്ടും പോസിറ്റീവ് ആയത് കാരണവും കറക്ഷനായ പ്രൈസ് കറക്ഷൻ ആയതുകൊണ്ട് ഇപ്പോൾ ഇൻഡസ്ട്രിയൽ പീനൊക്കെ ഏകദേശം ഈക്വലാണ് ഉള്ളത്. ഇപ്പോൾ ഓൾറെഡി വേറെ കാര്യങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. EPS നോക്കുകയാണെങ്കിൽ, ബുക്ക് വാല്യൂ നോക്കുകയാണെങ്കിലും ആ ഒരു ലെവൽ നോക്കുകയാണ്. ഹൈ പെട്രോൾ സ്കോറുള്ളൊരു കമ്പനിയാണ്. പിന്നെ അത്യാവശ്യം മ്യൂച്വൽ ഫണ്ട്സും FIOs ഒക്കെ സ്റ്റേക്ക് ഉള്ള കമ്പനിയാണ്. അതുകൊണ്ട് ജൂപ്പിറ്റർ വാഗൺസ് 760 730 ലെവലിലാണ് അടിച്ചിട്ട് ഈ ലെവലിൽ എത്തിയത്. മാക്സിമം ഡൗൺ സൈഡ് 290 280 ആയിരിക്കാം. അതിനൊരു സ്ട്രോങ് സപ്പോർട്ട് ഉണ്ട്. ഈ ലെവലിൽ മെല്ലെ വാങ്ങി വെച്ചിട്ട് എക്യുമുലേറ്റ് ചെയ്ത് വെക്കാവുന്ന ഫണ്ടമെൻ്റലി നല്ലൊരു സ്റ്റോക്കാണ് ജൂപ്പിറ്റർ വാഗൺസ് ലിമിറ്റഡ്. ഇത്ര കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഇവർ സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ ആണ് പറയുന്നത്. പിന്നെ അവർ ഇൻറ്റിഗ്രേറ്റഡ് ഫോർജിങ് ഫെസിലിറ്റീസ് കൂട്ടാൻ പോവുകയാണ്. ഫെസിലിറ്റി കൂട്ടുകയാണെങ്കിൽ അവർ മാനുഫാക്ചറിങ് വളരെ ഫാസ്റ്റിലാക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. പിന്നെ അത് പുറമെ ഒരു കാര്യം പറയാൻ വിട്ടത്, ആക്സിൽ പ്ലാന്റ് അവർ തുടങ്ങാൻ പോകുന്നുണ്ട്. ആക്സിൽസ് ഉണ്ടാക്കുന്ന അത് ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സാണ്. അതിന് 2020 മിഡിലാകുമ്പോഴേക്ക് ഓപ്പൺ ആവും. വീൽ പ്ലാന്റ് ഇവർ കംപ്ലീറ്റ് ആയത് 2026 എൻഡ് ആകുമ്പോഴേക്ക് വലിയൊരു വീൽ പ്ലാന്റ് കൂടെ തുടങ്ങാനുള്ള പരിപാടികളുണ്ട്. സോ അത്യാവശ്യം ഫണ്ടമെൻ്റൽ ഭാവിയിലേക്ക് ആവശ്യമുള്ള റെയിൽവേ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങിയ, അതിന് പുറമെ ബാറ്ററീസും അതുപോലെ ട്രക്ക് ബോഡീസും ഒക്കെ ഉണ്ടാക്കുന്ന കമ്പനിയും കൂടെ ആയതുകൊണ്ട് തന്നെ, ഡൈവേഴ്സിഫൈഡ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു വിഷനുള്ള മാനേജ്മെൻറ്റ് ആയതുകൊണ്ടും നമുക്കിതിലൊരു നല്ലൊരു മൂമെൻറ്റം എക്സ്പെക്റ്റ് ചെയ്യാം. ഭാവിയിലേക്ക് വളരെ വളർച്ച സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ് ജൂപ്പിറ്റർ വാഗൺസ് ലിമിറ്റഡ്. ഓക്കെ, സോ ആസ് യൂഷ്വൽ ഞാനൊരു SEBI രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. സോ സ്വന്തം പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ അഡ്വൈസ് ചോദിച്ച് മനസ്സിലായിട്ട് മാത്രം ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക. പുതുതായിട്ട് ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം എൻ്റെ വീഡിയോസ് ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. താങ്ക് യു വെരി മച്ച്.